നമസ്കാരം. സ്റ്റാർ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേലക്കാട് വീണ്ടും അക്രമം, വീടുകൾ തകർത്തു, ലക്ഷങ്ങളുടെ നാശനഷ്ടം. ആക്രമണ പരമ്പര വിപണിയെ ബാധിച്ചു തുടങ്ങി, വ്യാപാരികൾ നിരാശയിൽ. നാദാപുരത്ത് വീണ്ടും പൈപ്പ് പൊട്ടൽ, ജനം രോഷത്തിൽ. വാർത്തകൾ വിശദമായി. ചേലക്കാട് വീണ്ടും ആക്രമണ പരമ്പര, വീടുകൾ തകർത്തു. ഇന്നലെ മാത്രം ഇരുവിഭാഗത്തിന്റെയും 5ഓളം വീടുകളാണ് ബോംബെറിഞ്ഞും തീവച്ചും നശിപ്പിച്ചത്. ആഴ്ചകളായി അക്രമ പരമ്പര തുടരുന്ന ചേലക്കാട് ഇന്നലെ മാത്രം 5ഓളം വീടുകളാണ് ബോംബെറിഞ്ഞും തീവച്ചും നശിപ്പിച്ചത്. പുതുക്കോട്ട് പറമ്പത്ത് ഗോപാലന്റെ വീടിന് നേരെ ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ബോംബാക്രമണം ഉണ്ടായത്. ചേലക്കാട് VP മുക്കിൽ ഗോപാലന്റെ വീട്ടിൽ ഓഫീസ് റൂമിന് മുകളിൽ വീണാണ് ബോംബ് പൊട്ടിയത്. ജനൽപാളികളും ഓടുകളും തകർന്നിട്ടുണ്ട്. ആളെ കുറ്റിയിട്ടിന് മീത്തിലെ മരെല്ലാം കുറെ ആൾ വാങ്ങി തന്നു. ആടെ കയറി കല്ല് കയറി. അതും കഴിഞ്ഞ് അരമണിക്കൂർ ഉണ്ടാകും ഇവിടെ ഈ ബോംബ് പൊട്ടുന്നത്. മറ്റപ്പരാന്ന് വെച്ചാൽ മൊത്തം കത്തി എഴുത്തില്ല. അവിടെ ആരുമില്ല. ഒരു തിത്തരം പറമ്പ് തെറ്റാള് അവലിക്ക് നേരത്തെ ഭീഷണിയുണ്ട്. ഞാള് എന്നെ കേസ് ഒഴിവാക്കിയില്ല, ഇതിന്റെ വീട് തരിപ്പണമാക്കുന്നുണ്ട്. അത് ആരാന്നുള്ള വെക്കാൻ അറിഞ്ഞൂടാ. ജീവിതത്തിന് അർത്ഥം ഉണ്ടോ? ചിലപ്പോൾ മരണം പ്രതീക്ഷയല്ലേ ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെയാണ് ചന്തുവെച്ച കണ്ടിയിൽ അബ്ദുല്ലയുടെ വീടും തീവച്ചത്. വീട്ടിൽ ഈ സമയം ആൾ താമസമില്ലായിരുന്നു. കിടപ്പുമുറി പൂർണ്ണമായും കത്തിനശിച്ച ഈ വീട്ടിൽ നിന്നും സ്വർണവും പണവും കളവ് പോയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതാണ്ട് 1:30 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു കൂട്ടാളുകൾ ബോംബെറിഞ്ഞ് പോലീസിന് നേരെ ബോംബെറിഞ്ഞ് ഭീകരത വരുത്തിയതിനു ശേഷമാണ് വീട് തീവച്ച് നശിപ്പിച്ചിട്ടുള്ളത്. വലിയ നാശനഷ്ടമാണ് ഈ വീടിന് നേരെ ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ദിലീപിന്റെ തറവാട് ബോംബെറിഞ്ഞ് തകർത്തിരുന്നു. LDF സ്ഥാനാർത്ഥിയായിരുന്നു ദിലീപ് കുമാർ. അദ്ദേഹത്തിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലെടുത്തി. അദ്ദേഹം ഇപ്പോൾ കോടതിയുടെ കണ്ടീഷൻ അനുസരിച്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ശക്തമായ ആക്രമണമാണ് ഈ വീട്ടിന് നേരെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ആക്രമികൾ ബോംബെറിഞ്ഞു നാശനഷ്ടം വരുത്തിയ താനെയുള്ളതിൽ മൂസയുടെ ഇരുനില വീട് ഇന്നലെ രാത്രി 12 മണിയോടെയാണ് തീവച്ചത്. വീടിന്റെ വരാന്ത ഒഴികെ എല്ലാ ഭാഗങ്ങളും കത്തി നശിച്ചു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മൂസയുടെ മകന്റെ ഭാര്യയുടെ 50 പവൻ സ്വർണ്ണാഭരണങ്ങൾ അക്രമികൾ കൊണ്ടുപോയി. വീട് നശിപ്പിച്ച വിവരമറിഞ്ഞ് മൂസ രാവിലെ വന്നെങ്കിലും ശാരീരിക അസ്വസ്ഥം വന്നതിനാൽ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. TV, കമ്പ്യൂട്ടർ, അലമാര, കസേല, മേശ, കട്ടിൽ, കിടക്ക, വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവം വെച്ചാൽ ആൾമാരില്ല. ഉള്ള ഡ്രസ്സുകൾ, ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സുകൾ, ഒരു സാധനമില്ല. പിന്നെ അവളെ ആഭരണങ്ങളെല്ലായിരുന്നു. അത് ഇവരിത് പേടിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവർ ഇറങ്ങിയിട്ട് മോളടുത്തേക്ക് ഓടിയതാണ്. പെണ്ണുങ്ങളോട് പറഞ്ഞ് ഇങ്ങനെ പോലീസുകാരും മറ്റേ വെള്ളം വന്നപ്പം വൈകുന്നേരം ഒരു 4 മണിക്കോ 3:30 വന്നിട്ട് ഇവളോട് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ആണുങ്ങൾ പിന്നെ നിങ്ങളെ കണ്ടുവരുന്നെങ്കിൽ ഇതാക്കൂ, ചുട്ടുകളിയും എന്നും പറഞ്ഞിട്ട് ഇതാക്കി. അപ്പോൾ ഇവളെ കരഞ്ഞുകൊണ്ട് മോളടുത്തേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് തന്നെ പോയിട്ടാണ്. UDF നേതാക്കളായ സൂപ്പി നരിക്കാട്ടേരി, CVM വാണിമേൽ, അഡ്വക്കേറ്റ് സജീവൻ, P ദാമു മാസ്റ്റർ, അഡ്വക്കേറ്റ് KM രഘുനാഥൻ, ബാലാമണി ടീച്ചർ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു.
അക്രമ പരമ്പര വിപണിയെയും ബാധിച്ചു തുടങ്ങി. ബലിപെരുന്നാൾ കച്ചവട കൊയ്ത്ത് പ്രതീക്ഷിച്ച കല്ലാച്ചി, നാദാപുരം ടൌണുകളിലെ വ്യാപാരികൾക്കാണ് രാഷ്ട്രീയ സംഘർഷം ഇരുട്ടടിയായത്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന അക്രമ പരമ്പരകളുടെ ബാക്കി പത്രമായി പതിവ് പോലെ വ്യാപാര കേന്ദ്രങ്ങൾ മന്ദഗതിയിലായി. ചേലക്കാട് മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ നടന്ന ബോംബാക്രമണത്തിനു ശേഷവും ചേരിതിരിഞ്ഞുള്ള ബോംബാക്രമണം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടികൾ ശക്തമാക്കിയത്. ഒരു ഭാഗത്ത് അക്രമം ഭയന്ന് ജനങ്ങൾ നേരത്തെ വീടണയുമ്പോൾ മറുഭാഗത്ത് പോലീസ് ഭീഷണി കൂടിയാവുമ്പോൾ നാദാപുരം, കല്ലാച്ചി ടൌണുകൾ വൈകുന്നേരമാവുന്നതോടെ വിജനമാവുകയാണ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഏറെ കച്ചവട തിരക്ക് ഉണ്ടായിരിക്കേണ്ട ടൌണുകളാണ് ഹർത്താലിന്റെ പ്രതീതി ഉളവാക്കുന്ന രീതിയിലേക്ക് മാറിത്തുടങ്ങുന്നത്. നമ്മളെ സ്ഥിതി ഇപ്പോൾ വളരെ ദയനീയ അവസ്ഥയാണ്. ഇവിടെ കച്ചവടം വളരെ മോശാവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് 7 മണിക്ക് കട കൂട്ടുന്ന നിർദ്ദേശം കൂടി വന്നതോടുകൂടി വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെരുന്നാളിന്റെ സീസണിലെ കച്ചവടം ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം ഉണ്ടാകുന്ന തന്നെയാണ് ഈ കുഴപ്പങ്ങളുണ്ടാകാൻ പോകുന്നത്. ദിവസം വാടകയും പണിക്കാരെ കൂലിയൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നാദാപുരത്തിന്റെ ഹൃദയഭാഗത്ത് വീണ്ടും പൈപ്പ് പൊട്ടി. ഏറെ ജനത്തിരക്കുള്ള ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് പൈപ്പ് പൊട്ടിയത് കാൽനടയാത്രക്കാരെ എന്ന പോലെ അങ്ങാടിയിലെ കച്ചവടക്കാരെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി. ഏറെ ജനത്തിരക്കേറിയ നാദാപുരം ബസ് സ്റ്റാൻഡിന് മുൻവശം തലശ്ശേരി റോഡിൽ വാട്ടർ പൈപ്പ് പൊട്ടി നടുറോഡിലൂടെ വെള്ളമൊഴുകുന്നത് കാൽനടയാത്രക്കാരെയും മറ്റും ഏറെ ബുദ്ധിമുട്ടിലാക്കി. 1 മാസത്തോളമായി തുടരുന്ന പൈപ്പ് പൊട്ടലും ജലനഷ്ടവും ഇനിയും പരിഹരിക്കാൻ കഴിയാത്തതിൽ ജനങ്ങൾ രോഷാകുലരാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി BPL കുടുംബങ്ങൾക്ക് മുട്ടക്കോഴി വിതരണം നടത്തി. കല്ലാച്ചി പഞ്ചായത്ത് കാര്യാലയത്തിലാണ് വിതരണം നടന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് മുട്ടക്കോഴി വിതരണം ചെയ്തു. കല്ലാച്ചി പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന പരിപാടിയിൽ ഒരു കുടുംബത്തിന് 2 കോഴി വീതമാണ് നൽകിയത്. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഈ പദ്ധതി മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന മുട്ടക്കോഴികൾ കൊടുക്കുന്ന പദ്ധതിയാണ്. അതിൽ ഒരു കുടുംബത്തിന് ഒരു BPL കുടുംബത്തിന് 2 കോഴി വീതമാണ് കൊടുക്കുന്നത്. അവർ ഗുണഭോക്താക്കൾ കൊണ്ടുവരേണ്ടത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതായത് റേഷൻ കാർഡ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള റേഷൻ കാർഡ് കൊണ്ടുവരാം, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, 20,000 താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ പഞ്ചായത്തിൽ തരുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സർട്ടിഫിക്കറ്റ്. ഈ 3 സർട്ടിഫിക്കറ്റിൽ ഏതുകൊണ്ടും കൊണ്ടുവന്നാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേലക്കാട് വീണ്ടും അക്രമം, വീടുകൾ തകർത്തു, ലക്ഷങ്ങളുടെ നാശനഷ്ടം. ആക്രമണ പരമ്പര വിപണിയെ ബാധിച്ചു തുടങ്ങി, വ്യാപാരികൾ നിരാശയിൽ. നാദാപുരത്ത് വീണ്ടും പൈപ്പ് പൊട്ടൽ, ജനം രോഷത്തിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.